ഹലോ, ഇന്നിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ പടമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് വലിയ ഫേമസ് അല്ല, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയ ഒരാളുടെ ഒരു മുഖം നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് വരയ്ക്കണതാണ്. അല്ലാണ്ട് എന്താ പറയുക, ഒരു പിക്ചർ വെച്ചിട്ട് വരയ്ക്കണമല്ല. പിക്ചർ വെച്ചിട്ട് ഫിലിം സ്റ്റാർ അങ്ങനെ നോക്കിയിട്ടല്ല, ഒരു റാൻഡം എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയയിൽ ഇങ്ങനെ കണ്ണ് മൂക്കും വായൊക്കെ വരച്ചിട്ട് പോണതാണ്. പിന്നെ എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചെറുതായിട്ട് ഒരു ബ്ലാക്കും കൊണ്ട് ഷെയ്ഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്, ഔട്ടർ പിന്നെ മുടിയെല്ലാം. അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച് തുടങ്ങുന്നത് കേട്ടോ. എത്രത്തോളം ഇതാവുമെന്നൊരു ഐഡിയ ഇല്ല, പിക്ചർ എത്രത്തോളം ക്ലിയറായി വരുന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇതാദ്യം നമ്മൾ വരയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഔട്ടർ ആദ്യം വരയ്ക്കണമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് പേന പിടിച്ച് വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോൾ ടച്ചിങ്ങും റബ്ബറിങ്ങൊക്കെ വരും. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ഇതിൽ നോക്കണതാണ്. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഇങ്ങനെ കാർട്ടൂണിൻ്റെ വരയ്ക്കണ കുറച്ച് ഐഡിയകളൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ചെറിയ ചെറിയ ഒരു സ്ക്രിപ്റ്റ് പോലെ ഉണ്ടാക്കി, എന്നിട്ട് അതിൻ്റെ ഒരു പടം പോലെ വരച്ച് അത് 3Dയിലിട്ട് റൺ ചെയ്യിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മനസ്സിലിങ്ങനെ ഓരോ ഐഡിയകൾ വരുന്നത്. എത്രത്തോളം ഇതാവുമെന്നറിയില്ല. ഞാൻ ചാനലിലിടാം എന്ന് വിചാരിക്കുന്നു. കുറച്ച് ചെറിയ ചെറിയ 2-3 ഒരു മാക്സിമം 2-3 മിനിറ്റുള്ള കഥ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരച്ച് ഇടാനൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നത്. പിന്നെ അതുകൂടാതെ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി പണിയാണ്. നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കണ പോലെയല്ല, കുറച്ച് ഫോക്കസ് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ള വീഡിയോ ഇടാൻ വേണ്ടി. പക്ഷേ കാണുന്നത് ഒരുപക്ഷെ ഇതിനോട് ഇത്തിരിയെങ്കിലും താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഈ ഡ്രോയിങ് കാണുന്നത്. എല്ലാവരും ഡ്രോയിങ് കാണുന്നില്ല. ഇപ്പോൾ എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഡ്രോയിങ് ചാനലുകളൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്, അതേപോലെ നോക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഫേസ് വരയ്ക്കുമ്പോൾ 2 മെത്തേഡ് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒന്ന് ശരിക്കും ആ ഒരു കറക്റ്റ് പ്രപ്പോസിഷനൊക്കെ എടുത്ത് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഉദ്ദേശം വെച്ച് നോക്കി കറക്റ്റ് ഷെയ്ഡ് ചെയ്ത് പോകുന്നൊരു മെത്തേഡ്. രണ്ടും നല്ലതൊക്കെ തന്നെയാണ്, രണ്ടും. പക്ഷേ ഞാൻ പറഞ്ഞ വെച്ചാൽ, നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ സജഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസുകൾ എടുക്കണം. അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ഫോട്ടോസ് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പ്രാക്ടീസിന് നല്ലതാണ് കേട്ടോ. ചിലർ എടുത്ത് പെട്ടെന്ന് തന്നെ കളർ നോക്കി കളർ ഷെയ്ഡിങ് നോക്കിയിട്ടൊക്കെ വരയ്ക്കുന്ന ആൾക്കാണ്. അതൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ട് നോക്കി അവരുടെ ഐഡിയയിൽ ഓരോ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ സാധാരണ ശരിക്കും പറഞ്ഞാൽ എടുക്കുമ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സ് എടുത്തിട്ട് ഷെയ്ഡുകൾ എടുത്തിട്ട് അങ്ങനെ നോക്കിയിട്ടാണ് പതുക്കെ വരയ്ക്കുന്നത്. അതാണ് ഇത്രയും ടൈമൊക്കെ എടുക്കുന്നത്. നമ്മൾ അത്രയും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു പടം വരയ്ക്കുക, ഒരു മുഖം വരയ്ക്കണമെങ്കിൽ മാക്സിമം ഒരു 3 മിനിറ്റ് 4 മിനിറ്റ്, അതിന് മുകളിൽ പോകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അതിനുള്ളിൽ തന്നെ ഷെയ്ഡിങ്ങും പിന്നെ ഔട്ടറും ഷെയ്ഡിങ്ങും പിന്നെ അതിൻ്റെ മൈന്യൂട്ട് പാർട്സ് എല്ലാം കാണിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ഐഡിയയിൽ ഇങ്ങനെ വരച്ച് തന്നെയാണ്, കണ്ണും മൂക്കൊക്കെ വരച്ച് തന്നെയാണ്. എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ചെറിയ എന്താ പറയുക, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കറക്റ്റ് ചെയ്ത് പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ ശരിക്കും പെർഫെക്റ്റായിട്ട് വരച്ചിട്ട് ഇതിലാണ് കാണുന്നത്. എന്താ പറയുക, നമ്മുടെ റീലിലൊക്കെയാണ് കാണുന്നത്. ഇത്രയും കളർ ചെയ്ത് എന്തോരം ടൈം എടുക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കണം. എന്തോരം മെനക്കെട്ടണം. അതനുസരിച്ചുള്ള ഒരു ഇത് അവിടെ വന്നിട്ടില്ല. എന്താ പറയുക, ആൾക്കാർ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ ഞാനപ്പോൾ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇത് ഞാനിപ്പോൾ പേനയുടെ ഇത് ഔട്ടർ വരച്ച് എന്നിട്ട് ഷെയ്ഡ് ചെയ്താണ്, ഒരു ഉദ്ദേശം വെച്ച് വരച്ചിട്ടതാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പിക്ചർ വെച്ചെടുത്തതല്ല, ഏകദേശം കണ്ണും മൂക്കും വായൊക്കെ വെച്ച്
എവിടെയെങ്കിലുമൊക്കെ തെറ്റാം. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയേക്കണതാണ്, നമ്മൾ എത്ര ചെയ്താലും നമുക്ക് തൃപ്തി വരില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുറവ് പോലെ തോന്നിക്കൊണ്ടിരിക്കും. മേ ബി നമ്മുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ ഒരു എപ്പോഴും ലേണിംഗ് മൈൻഡ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെയും വായിച്ച് അത് നല്ലത് തന്നെയാണ് കേട്ടോ. ഒരിക്കലും ഞാൻ എന്നെ ഇത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വളരുന്നത്. ആർട്ട് ലേൺ ചെയ്യണം അങ്ങനെ തന്നെയാണ്. കാരണം ഒറ്റയടിക്ക് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അത്രയും ഷാർപ്പായിരിക്കണം അവൻ്റെ ബ്രെയിൻ, ആ കണ്ണ് ഏരിയ എല്ലാം. നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിയല്ലേ. പിന്നെ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് വരയ്ക്കണം, ഓരോ അളവുകൾ എടുത്ത് വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒതുക്കാറായെന്ന് തോന്നുന്നു. ഒരു ഐഡിയയിലങ്ങ് ചെയ്തതാണ്. ഇതാരെങ്കിലും പോലെ ഉണ്ടാകുന്നാവോ. ഞാൻ എൻ്റെ ഒരു ഐഡിയയിലങ്ങ് എടുത്ത് ചാമ്പിയിട്ടുണ്ട്. പിന്നെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, എത്ര ചെയ്താലും ഒരു ഇത് കിട്ടണില്ല, തൃപ്തി കിട്ടണില്ല. അതുകൊണ്ടാണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക കേട്ടോ. കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അന്നേരം നമുക്കൊരു ഉത്തേജനം ഉണ്ടാവുള്ളൂ. ഉത്തേജനം വരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ആർട്ട് എന്ന് പറഞ്ഞ ഒരു ലഹരിയാണ്. അത് ആ ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും. അത് ഭയങ്കര എത്ര ചെയ്താലും നമുക്ക് തൃപ്തി വരില്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് കേട്ടോ. ഓക്കെ, എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്.